السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي، وما توفيقي إلا بالله عليه توكلت وإليه أنيب. കഴിഞ്ഞ ക്ലാസ്സിൽ ബലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചിഹ്നങ്ങളെ പറ്റിയിട്ടും ക്ഷമിക്കുകയും നമസ്കാരത്തെ നിലനിർത്തുകയും എന്ന് തുടങ്ങി ഒരു വിനയമുള്ള ആളുകൾക്കുണ്ടാകുന്ന ഗുണങ്ങളെ പറ്റിയിട്ടുമാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു വെച്ചത്. അതിൻ്റെ തുടർച്ച തന്നെയാണ് ഈ ഒരായത്തും കൂടി. നമുക്ക് ആദ്യം ഒന്ന് പാരായണം ചെയ്യാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لن ينال الله لحومها لن ينال الله لحومها ولا دماؤها ولكن يناله التقوى منكم كذلك سخرها لكم لتكبروا الله على ما هداكم وبشر المحسنين. إن الله يدافع عن الذين آمنوا إن الله لا يحب كل خوان كفور. أذن للذين يقاتلون بأنهم ظلموا وإن الله على نصرهم لقدير. മൂന്നായത്തുകൾ നമ്മൾ പാരായണം ചെയ്തു. ഇതിലെ ഒന്നാമത്തെ ഇന്ന് പഠിക്കേണ്ട 37-ാമത്തെ ആയത്ത് നമുക്ക് വളരെ സുപരിചിതമായ ആയത്താണ്. ഹജ്ജ് കാലങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്ന ഒരായത്താണ്. എന്താണ് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? ലൻ യനാൽ. അല്ലാഹു പറഞ്ഞത് ലൻ യനാൽ, എത്തുന്നതല്ല തന്നെ. ലൻ എന്ന് കൂട്ടുമ്പോ ഒരിക്കലും എത്തൂല എന്നുള്ളതാണ്. എത്തുകയില്ല തന്നെ. എന്തെത്തൂല? അല്ലാഹ് ഏതിലേക്ക്? അല്ലാഹുവിങ്കലേക്ക് എത്തുകയില്ല തന്നെ, എത്തുന്നതല്ല തന്നെ. എന്ത്? ലുഹൂമുഹ, ലഹ്മ, ലുഹൂം, അവയുടെ മാംസം. നമ്മൾ അറുക്കുന്നത് എന്താണോ
അതിന്റെ മാംസം ആരുടേക്ക് എത്തുന്നില്ല? അള്ളാഹുവിലേക്ക് എത്തുന്നില്ല. പിന്നെയോ വലാദിമാഉഹ, അവയുടെ രക്തവും എന്ത് ചെയ്യുന്നില്ല? അള്ളാഹുവിലേക്ക് എത്തുന്നില്ല. എന്താണ് ഇത് അള്ളാഹു പറയാനുള്ള കാരണം? മുൻകഴിഞ്ഞ കാലങ്ങളിൽ ബലി നടത്തിയതിന് ശേഷം അവരാരാധിക്കുന്ന വിഗ്രഹങ്ങളുടെ മുന്നിൽ എന്ത് ചെയ്യും? മാംസങ്ങൾ കൊണ്ടുവന്നിടും. പിന്നെയോ രക്തം കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? അവിടെ അവരൊഴുക്കും. അവരതിനെ ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ ആകെ ഇതാക്കും. അതുപോലെ മക്കാ മുശ്രിക്കുകളെ പരിശോധിക്കുമ്പോഴും മക്കാ മുശ്രിക്കുകളിൽ ഉണ്ടായൊരു പ്രശ്നം എന്തായിരുന്നു? അവർ ചോര എന്ത് ചെയ്യും? ദേഹത്താകെ പരട്ടുകയും അങ്ങനെ പല കാര്യങ്ങളും എന്ത് ചെയ്തിരുന്നു? അവര് ചെയ്തിരുന്നു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അതിന്റെ മാംസവും വേണ്ട, അതിന്റെ രക്തവും വേണ്ട. എന്നാൽ ബലി അറക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താണ്? ഒരു ഹദീസിൽ നമുക്ക് കാണാം, ചെവിയുടെ ഭാഗത്ത് മുറിവുള്ള, കണ്ണ് കാണാത്ത, മുടന്തുള്ള അങ്ങനെയുള്ള മൃഗങ്ങളെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ബലിയെറുക്കാൻ പാടില്ല. നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു വിഷയമാണ് വാങ്ങുന്നവര്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്തേക്ക് എന്തെത്തുന്നു? അള്ളാഹുവിലേക്ക് എത്തുന്നത് തഖ്വയാണ്. ആരിൽ നിന്നുള്ള? മിൻകും, നിങ്ങളിൽ നിന്നുള്ള. ആ നിങ്ങൾ ആരാണ്? പള്ളി കമ്മിറ്റിയാണോ? പള്ളി കമ്മിറ്റിയാണത്. നമ്മളങ്ങനെ കരുത്. പള്ളി കമ്മിറ്റി, വീട്ടിലുള്ള ഈ അറവിനൊക്കെ നിൽക്കുന്ന ഒരു കാരണവന്മാരുണ്ടല്ലോ, കുടുംബക്കാര്, അവര് അല്ലെങ്കിൽ അറക്കുന്ന മനുഷ്യനാണോ? അങ്ങനെയാണോ? അല്ല. നമ്മൾ ആരൊക്കെ അതിന്റെ ഭാഗമാകുന്നോ, അല്ലെ? നമ്മൾ ഭാഗമാകാന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഷെയർ കൊടുത്തിട്ട് കൂടുക, അല്ലെ ഒന്നിനെ നമ്മൾ മുഴുവനായിട്ട് ഏറ്റെടുത്ത് ചെയ്യുക. അങ്ങനെയുള്ള നമ്മൾ എന്താകണം? നമ്മൾക്ക് തക്കവുണ്ടാകണം. പള്ളി കമ്മിറ്റിക്ക് തക്കവുണ്ടായിട്ട് കാര്യമില്ല. നമ്മളെ ബലിയുമായിട്ട് ബന്ധപ്പെട്ട ബന്ധം എന്താണ്? ഗൂഗിൾ പേയിൽ ഒരു 7,000 ഇട്ട 8,000 ഇട്ട ബന്ധമാണ്. പിന്നെയോ വീട്ടിലേക്ക് എത്തിയ കെട്ടിന്റെ ബന്ധം. വേറെ ബന്ധം നമുക്കില്ല. എന്താണ് ഇതിന്റെ രീതി? ഇതിന്റെ ചരിത്രം എത്ര തന്നെ നമ്മൾ കേട്ടു, എന്നാലും നമുക്ക് അതിന്റെ ഒരു കാമ്പ് എന്താണെന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്മായിലിനെ ബലി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് പറയുമ്പോൾ പറയാൻ നമുക്ക് എളുപ്പമാണ്, കേൾക്കാൻ എല്ലാവർക്കും എളുപ്പമുള്ള ഒരു സംഗതിയാണ്. എന്നാൽ ഇതിന്റെ ഗൗരവം എപ്പോഴാണ് മനസ്സിലാകുന്ന അറിയും? അത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ചേർക്കണം. അന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇസ്മായിലിനെ ബലി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഹജ്ജിന് എന്ത് ചെയ്യേണ്ടി വരും? നമ്മുടെ മക്കളെ ബലി കൊടുക്കേണ്ടി വരും. അപ്പോഴേ മനസ്സിലാകുള്ളൂ എന്താണ് ബലി എന്ന്. ആരുണ്ടാവില്ല. നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഇസ്മായിലിനെ വെറുതെ വിട്ടു, മറ്റൊരു മൃഗത്തെ കൊടുത്തു, അതുകൊണ്ട് അത് നടന്നു വരുന്നു, അങ്ങനെയൊന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നിയമം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? അടിമകൾ അനുസരിക്കന്നെ വേണം. ഇത് അള്ളാന്റെ ദുനിയാവല്ലേ? നമ്മൾ ആരെങ്കിലും ഉണ്ടാക്കിയതാണോ? നമുക്ക് എന്താ റോളാ? അള്ളാനെ അനുസരിക്കാന്നല്ലാതെ വേറൊരു റോളും നമുക്കില്ല. ഇപ്പൊ ഇസ്മായിലിനെ അറുക്കാൻ വേണ്ടി കഴുത്തിലേക്ക് വാള് വെച്ചു എന്നൊക്കെ പറയുമ്പോ ഇതിങ്ങനെ പറയാനും ഇതിങ്ങനെ നല്ല ട്യൂണിൽ കേൾക്കാനും നമുക്ക് നല്ല രസമാണ്. എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഓടി നടക്കുന്ന നമ്മുടെ മക്കളുണ്ടല്ലോ, ആ മക്കളുടെ കഴുത്തിൽ നമ്മൾ ജീവിതത്തിൽ കത്തിവെച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കത്തിവെച്ചിട്ടുണ്ടോ? നമ്മൾ ഒന്നും വേണ്ട, ഒന്ന് ശ്വാസം മുട്ടിപ്പിച്ചിട്ടുണ്ടോ? കഴുത്തിന് പിടിച്ചിട്ട് എന്തെങ്കിലും വലിയ കുരുത്തക്കേട് കളിച്ചാൽ തന്നെ അടിക്കാൻ പോലും നമുക്ക് പേടിയാണ്. എന്നാൽ എന്തുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് അത് കഴിഞ്ഞു? ഇബ്രാഹിം നബി അലൈഹി സ്വലാം നമ്മളെ പോലെ എന്താ പറയാ, എന്നെ പോലെ ഒന്നല്ല, കാരുണ്യൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അതുകൊണ്ടാണോ? അല്ല. എന്തായിരുന്നു അവർക്ക് പ്രധാനം? അള്ളാഹു പറഞ്ഞു എന്നുള്ളതാണ്. നമ്മൾക്ക് അള്ളാഹു പറഞ്ഞു എന്നുള്ള വിഷയം നമ്മുടെ ബുദ്ധിയുമായി ചേരണം. അവിടെയാണ് നമുക്ക് വന്ന തെറ്റ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, മകനെ അറക്കണമെന്ന് പറയുമ്പോ തയ്യാറാകുമ്പോ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ തഖ്വ എത്രത്തോളമാണ്? അത് തന്നെയാണ് നമ്മളോടും പറയണത്. നമ്മളെ മക്കളെ അറക്കാൻ വേണ്ടി പറയണില്ല, ഒരു മൃഗത്തെ ബലി കൊടുക്കാൻ വേണ്ടി പറയുന്നു. എന്നാൽ എങ്ങനെ നമ്മൾ അത് കൊടുക്കുന്നു? ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ചർച്ച തുടങ്ങിയിട്ടില്ല. ഇനി എപ്പോഴാ തുടങ്ങുക? വലിയ പെരുന്നാളിന്റെ ഒരു മാസം മുമ്പൊക്കെ തുടങ്ങുന്നത് വിരളമാണ്. 1 ആഴ്ച 2 ആഴ്ച മുമ്പ്, ചില ആളുകളുടെ 3 ദിവസം മുമ്പ്.
യഥാർത്ഥത്തിൽ കുറെ കാലമൊന്നും വെക്കാനൊന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ യഥാർത്ഥത്തിൽ അതിന്റെ ഒരു അവസ്ഥ മനസ്സിലാകണമെങ്കിൽ കുറച്ചു കാലം നമ്മൾ അതിന്റെ കൂടെ കഴിയണം. കുറച്ചു കാലം അതിന്റെ കൂടെ കഴിയണം. അന്ന് ഉണ്ടാകുന്ന ഒരു വേദന ഉണ്ട്. ഒന്നും വേണ്ട, ഒരു മാസം നമ്മുടെ വീട്ടിലിങ്ങനെ വെച്ചിട്ട് അതിന് ഭക്ഷണം കൊടുത്തിട്ട് അതിനിടയ്ക്കൊന്ന് തലോടിയിട്ട് എല്ലാവരും അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് അവിടുന്ന് അർത്ഥം നോക്കിയാട്ടെ, ഒരു മരിച്ച പോലെ എന്റെ ഫീൽ ഉണ്ടാകുക. എന്റെ വീട്ടിന്റെ മുകളിലുള്ള വീട്ടിലെ ഒരു പശുവിനെ വാങ്ങി, കുട്ടനെ വാങ്ങി. അതിനെന്ത് ചെയ്യും, എന്റെ വീട്ടിലത്തെ കുട്ടികളൊക്കെ പോയിട്ട് എന്ത് ചെയ്യും, അതിനെ തിന്നാൻ കൊടുക്കും. അവര് മുകളിൽ പോയിട്ട് വരുമ്പോ കാണും, അവരതിന്റെ കൂടെ കളിക്കും. അങ്ങനെ വലിയ പെരുന്നാൾ അതിനെ ഇറക്കുമ്പോ എന്റെ വീട്ടിന്റെ ഒരു റൂമിൽ കുട്ടികളെല്ലാരും കൂടി ഇരുന്നിട്ട് കൂട്ടക്കരച്ചില്ല. എന്താ, അതുമായിട്ടുള്ള ഒരു ആത്മബന്ധം, ഒരു ബന്ധം ഉണ്ടായി. എന്നിട്ട് അതില്ലാണ്ടാകാൻ ആ വേദനയാണ് എന്ത്, അത് സഹിക്കാൻ കഴിയണം. അതാണ് ആ ബലിയിലൂടെ നമുക്കുള്ള പാഠം. നമുക്കെന്നാൽ പാഠം ഉൾക്കൊള്ളാനില്ല, നമ്മളുടെ മേത്തൊന്നും തട്ടണില്ല. ആകെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് കുറച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് പൈസ ഒന്നും ഇറങ്ങിയിട്ടുണ്ട് എന്നല്ലാതെ വേറെ വേദനയൊന്നും നമുക്കില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ മക്കളെ അറുക്കുക എന്ന് പറഞ്ഞാൽ ഉള്ള ഒരു ഗൗരവകരമായല്ലേ, നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല, നമുക്ക് ആലോചിക്കാൻ കൂടി കഴിയണില്ല. അറുക്കുക എന്ന് പോയിട്ട് ആ മക്കൾ തനയാലൊന്ന് മരണപ്പെടുന്നതിനെ പറ്റിയിട്ട് ആലോചിക്കാൻ കഴിയാത്ത ആളുകളാണ് നമ്മൾ. നിരവധി തെളിവുകളാണല്ലോ നമ്മുടെ മുന്നിൽ അല്ലേ. നമ്മുടെ വീട്ടിൽ നിന്നല്ല, വേറൊരു വീട്ടിലുള്ള അല്ലെ, വേറൊരാളുടെ മകനും മകളും ഇല്ലാതാവുമ്പോ പിടക്കുകയാണ് നമ്മുടെ മനസ്സ് അല്ലെ. ഒരു വാഹനാപകടത്തിൽ കേട്ട വാർത്ത ഇന്നും നമ്മൾ അലട്ടുന്നുണ്ട്, ഇന്നും നമുക്ക് സമാധാനം ഇല്ലത് ആലോചിക്കുമ്പോ. എന്നാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് എങ്ങനെ അതിന് കഴിഞ്ഞു? അല്ലാഹു സുബ്ഹാനഹു വ തആല തടഞ്ഞിട്ടില്ലെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്ത് ചെയ്യും, ഇസ്മായിലിനെ അറുക്കും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ചരിത്രത്തിൽ കഴുത്തിലേക്ക് വെച്ചു എന്ന് പോലും പറയുന്നത്. വെറുതെ അള്ളാഹു ഇത് മാറ്റി പറയുന്നുള്ള വിശ്വാസത്തിൽ കൊണ്ടുപോയതല്ല. അള്ളാഹു പറഞ്ഞാൽ അങ്ങനെ അറക്കൽ തന്നെയാണ്. കാരണം അവർക്കറിയാം, ആ ഇസ്മായിലിനെ നൽകിയത് ആരാ എനിക്ക്, അള്ളാഹു ആണ്. നമുക്കിത് വെറും വാക്കുകളിലായിപ്പോയി, നമുക്ക് വെറും ഇതൊരു ഷോ ഓഫ് ആയി മാറിപ്പോയി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ബലി എന്ന് പറയുന്ന കർമ്മത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മളിൽ മറ്റു തരത്തിലുള്ള മാറ്റങ്ങളെക്കാൾ നമുക്ക് ഉണ്ടാകേണ്ടത് എന്താണ്, തഖ്വയാണ്. മാനസികമായിട്ട് എന്ത് ചെയ്യണം, അതിനുവേണ്ടി ചെയ്യണം, ഒന്ന് പെടക്കണം മനസ്സ്. ചില ആളുകൾക്ക് കഴിയില്ല. ഒരു സംഭവം ഞാൻ കേട്ടിരുന്നു, ഒരു പോത്തിനെങ്ങാനും വാങ്ങിയിട്ട് അറക്കാൻ വാങ്ങിയിട്ട് പിന്നെ അറക്കാൻ മനസ്സ് വരുന്നില്ല, അറക്കാതെ കൊണ്ട് ഇപ്പോഴും പോറ്റി കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. കാരണം അതൊരു വല്ലാത്ത വേദനയാണ്. അത് എപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ, അതിനൊന്ന് പോറ്റി വളർത്തിയാലേ മനസ്സിലാവുള്ളൂ. ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പരിപാടി എന്താണ്, പള്ളിയിൽ പോത്തിനെ വാങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരം അറിയിച്ചിട്ടുണ്ട്, പോത്തിനെ അവിടെ കെട്ടിയിട്ടുണ്ട് എന്നുള്ള വിവരം അറിയിച്ചിട്ടുണ്ട്. പോത്ത് ആരും കട്ടുകൊണ്ട് പോകുന്നില്ലല്ലോ അല്ലെ, ഇല്ല, സേഫാണ്. എന്നിട്ടോ അറക്കുന്ന ദിവസം, ഞാന് വലിയ മുതലാളിയാണ്, ഞാന് ഒരു പോത്തൊക്കെ കൊടുത്ത ആളാണ്, എനിക്ക് ഇത്ര ഷെയറൊക്കെ ഉണ്ട്, പള്ളിത്തെ ബോർഡിലല്ലേ എഴുതിയിട്ടില്ലേ, എനിക്കെല്ലാം ഉണ്ട്, ബക്കറ്റ് നിറച്ച് പോണം സാധനം, ആളുകളെ ഞാൻ അയക്കുന്നുണ്ട്. എന്നിട്ട് പോവും. രാവിലെ അറക്കുന്ന ദിവസം രാവിലെ പോയിട്ടൊന്ന് ഇങ്ങനെ തടവിട്ട്, ഇതാ പോത്തല്ലേ, അടിപൊളി പോത്ത്. അന്ന് ഇറച്ചിയിലേ നോക്കുള്ളൂ, എത്ര ഇറച്ചി കിട്ടുമെന്നേ നോക്കുള്ളൂ, അതുമായിട്ടൊരു ആത്മബന്ധമൊന്നും ഉണ്ടാവില്ല. പിന്നെ അവർക്കഴിഞ്ഞാൽ എന്റെ പോത്തൻ ഞാൻ ഇറക്കും, നമ്മള് വലിയ ആളൊക്കെ ആയിട്ട്. എന്നിട്ട് നമ്മളെ മനസ്സിൽ ഭയങ്കര ഇതാ വിഷമൊക്കെ. വിഷമം എന്താ, ഇതിൽ നിന്ന് തെറിക്കുന്ന ചോര കാണേണ്ടതെന്നൊക്കെ ആലോചിച്ചു നമ്മളെ വിഷമം. അല്ലാതെ അതുമായിട്ടൊരു ആത്മബന്ധം വന്നിട്ടില്ലല്ലോ. പിന്നെന്താ, നമുക്കൊരു പോത്തിനെ ഇറക്കുന്നതല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടാവുമോ? എല്ലാ ദിവസവും എല്ലാ ആഴ്ചയും ഞായറാഴ്ച പോത്തിനെ ഇറക്കല്ലേ, വെള്ളിയാഴ്ചയും പോത്തിനെ ഇറക്കൂലേ നാട്ടില്, എന്തിനേയും വിൽക്കാൻ വേണ്ടി. അതേപോലെ തന്നെ നമുക്ക് അറക്കുന്നതിന് മുന്നേ ഉള്ള ചിന്ത എന്ന് പറഞ്ഞാൽ, കുടുംബക്കാർക്കൊക്കെ എത്തുവോ, ഉദ്ദേശിക്കുന്ന ആൾക്കൊക്കെ കൊടുക്കാൻ കഴിയുമോ, പരാതി വരോ, ഇത്ര ഷെയർ ഉണ്ടെന്നുള്ള സ്റ്റാറ്റസ് ഇട്ടതാണ്. കണക്കെത്തിയിട്ടില്ലെങ്കിൽ ഒരു കിലോയിലും കുറഞ്ഞാല് നടക്കുന്ന പുകയിൽ ചേർന്നല്ല. ഇതിങ്ങനെ വിശദീകരിച്ച് പറയുന്നത് എന്താ പറയുക, നമ്മുടെ ഉള്ളിലേക്ക് ഇത് ഇറങ്ങണം. എന്തിന് ചെയ്യുന്നു, നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന പൈസ അല്ല പടച്ചവന് വേണ്ടത്, നിങ്ങളിങ്ങനെ കൂട്ടി വെക്കുന്ന നിങ്ങളുടെ ഇറച്ചിയല്ല പടച്ചവന് വേണ്ടത്, അതിന്റെ പേരിൽ നിങ്ങൾ ചീന്തുന്ന ചോരയല്ല പടച്ചവന് വേണ്ടത്. നിങ്ങളുടെ ഹൃദയത്തിൽ എന്തുണ്ട് അത് അള്ളാഹ്ക്ക് അറിയണം. അള്ളാഹു നമ്മളെ നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കാണ് സഹോദരന്മാരെ, മറ്റെവിടത്തേക്കും അല്ല. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വലാ ഇലാ അംവാലിക്കും
വലാകിൻ യൻളുറു ഇലാ ഖുലൂബികും വഅഅമാലികും. തീർച്ചയായും അള്ളാഹു നിങ്ങളുടെ രൂപങ്ങളിലേക്ക് നോക്കുന്നില്ല, നിങ്ങൾ ഏത് രൂപക്കാരാണെന്നല്ല അള്ളാഹുവിന്റെ വിഷയം. വലാ ഇലാ അംവാലികും, നിങ്ങളുടെ സമ്പത്തല്ല അള്ളാഹിന്റെ വിഷയം. നിങ്ങൾ എത്ര സമ്പത്ത്, നിങ്ങൾ എത്ര സമ്പത്ത് ചെലവ്, അതല്ല അള്ളാഹുവിന്റെ വിഷയം. വലാകിൻ യൻളുറു ഇലാ ഖുലൂബികും, പക്ഷെ അവൻ നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. വഅഅമാലികും, നിങ്ങളുടെ കർമ്മങ്ങളിലേക്ക് അള്ളാഹു നോക്കുന്നു. അങ്ങനെ വരുമ്പോ എന്താണെന്നറിയോ ഒരു പ്രത്യേകത? അള്ളാഹു പറഞ്ഞല്ലോ വലാ ഇലാ അംവാലികും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. അതിലൊരു ട്വിസ്റ്റ് എന്താന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചില ആളുകൾ നൽകും 100 രൂപയെ നൽകിയിട്ടുണ്ടാവുള്ളൂ. എത്ര നൽകിയിട്ടുള്ളൂ? 100 രൂപ. എന്നാൽ ആ 100 രൂപ അവൻ നൽകിയത് അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട്, അല്ലെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ഹൃദയം തട്ടിയിട്ടാ കൊടുത്തത്. ഒരാൾ വന്ന് 1 ലക്ഷം റുപ്യ കൊടുത്തു. എന്നാൽ ആ 1 ലക്ഷം റുപ്യ കൊടുത്തതിൽ അവനൊരു 10 ആളോട് പറഞ്ഞു, 100 വട്ടം ചിന്തിച്ചു ഞാൻ വലിയ സംഭവമാണെന്ന്, 100 പ്രാവശ്യം ഞാൻ ഇതിന്റെ പേര് സ്വർഗത്തിൽ പോകുന്ന ആലോചിച്ചു, 100 പ്രാവശ്യം ഇതെങ്ങനെ എനിക്ക് കൊടുക്കാൻ കഴിയുമെന്ന് ആലോചിച്ചു എന്ന് തുടങ്ങി ദുനിയാവിന്റെ പല കാര്യങ്ങളും ഇങ്ങനെ ചിന്തിച്ചാലോചിച്ച് ഒക്കെ വിചാരിച്ചിട്ട് 1 ലക്ഷം കൊടുത്തു. ഇവിടുന്ന് ഓൻ വലിയോൻ തന്നെയാണ് 1 ലക്ഷം കൊടുത്തത്. എന്നാൽ നാളെ അള്ളാന്റെ അടുത്ത് എത്തുമ്പോ 1 ലക്ഷം കൊടുത്ത ആളല്ലാഹു ഒന്ന് തള്ളിക്കളി. എന്ത്, എനിക്ക് വേണ്ടിയിട്ടല്ലല്ലോ ചെയ്തത്, അവന് എനിക്ക് വേണ്ടി 100 കൊടുത്തിട്ടുള്ളൂ, 100 ആകണ്ട അല്ലെ? 1 രൂപ 50 പൈസ അല്ലെ? അവന് വീട്ടിൽ നിന്ന് ഇങ്ങനെ ഓടി കളിക്കുമ്പോ 1 രൂപ കിട്ടിയതേ, എനിക്കിത് പടച്ചവന്റെ മാർഗത്തിൽ കൊടുത്താൽ പടച്ചവൻ എനിക്ക് ധാരാളം തരും എന്ന് വിചാരിച്ചിട്ട് 100 രൂപ ഒരു രൂപ ബക്കറ്റിലിട്ടാൽ അതിന്റെ ഒരു ബർക്കത്ത് വേറെ തന്നെ ആയിരിക്കും. അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കുക, ഹൃദയം തട്ടി കൊടുക്കുക. ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യണം? ഹൃദയ സാന്നിധ്യം. ഹൃദയത്തിലേക്ക് നോക്കുക, നമ്മുടെ കർമ്മങ്ങളിലേക്ക് നോക്കുക. നമുക്കൊക്കെ ഓക്കെയാണ്, ദുനിയാവിന്റെ എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ നമ്മൾ സെറ്റപ്പാണ്. ഹൃദയം പറയുമ്പോഴാണ് നമ്മൾ തോക്കുക. കാരണം നമ്മൾ ഈ ദുനിയാവിൽ ചെയ്യുന്ന, ഈ പുറമേ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ആളുകൾക്ക് നമ്മളെ തിരുത്താൻ കഴിയും. ശ്രദ്ധിക്കണേ പറയുന്നത്, തിരുത്താൻ കഴിയും. ഏത്? നീ അങ്ങനെയല്ലടാ കൊടുക്കേണ്ടത്, ഇങ്ങനെയല്ല ഷെയറിന്റെ കണക്ക് അതല്ല, ഇതിനെയല്ല കൊടുക്കേണ്ടത്, ഇങ്ങനെയല്ല ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ കുറെ കാര്യങ്ങൾ എന്തുണ്ടാവും പറയാൻ കഴിയും. എന്നാൽ ആർക്കെങ്കിലും ഒരാൾക്ക് നമ്മുടെ തക്കുവ അളക്കാൻ കഴിയും? നമ്മുടെ തക്കുവ അളക്കാൻ ആർക്കും കഴിയില്ല. അത് നമുക്കേ ശ്രദ്ധിക്കാനുള്ളൂ. നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ളത് ആർക്കെങ്കിലും മാറ്റാൻ കഴിയും? ഒരാൾക്ക് നമ്മളൊരാളൊന്നും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് മുസാഫത്ത് ചെയ്തു, അവന്റെ ഹൃദയത്തിലുള്ള നമുക്ക് മനസ്സിലാവുമോ? അവന്റെ ഇടിപ്പന്റെ ചെറുക്കനെ നമ്മൾ കേൾക്കുള്ളൂ. പിന്നല്ലേ ഹൃദയത്തിന്റെ ഉള്ളിലുള്ളത്? കേൾക്കാൻ കഴിയുന്നതന്നെ അത്രേ കേൾക്കുള്ളൂ, പിന്നെ എങ്ങനെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ളത് അറിയാം? അപ്പൊ സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, നമ്മൾ ഈ ഇറച്ചീന്റെ കണക്കും നമ്മൾ ഒഴുക്കിയ ചോരയുടെ കണക്കും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊന്നും അള്ളാന്റെ അടുത്തില്ല, അതൊന്നും അള്ളാഹ്ക്ക് വേണ്ടി തന്നെ. അള്ളാഹ്ക്ക് വേണ്ടത് എന്താ? നിങ്ങളുടെ തഖ്വയാണ്, ഭക്തിയാണ്. അതിന് ഹൃദയം ഒന്ന് പിടക്കും. അള്ളാഹു അമൽ ചെയ്യാനുള്ള തൗഫീക്ക് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, കദാലിക സഖറഹാ ലക്കും, അപ്രകാരം അവയെ അവൻ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. ലിതുകബ്ബിറുല്ലാഹ്, എന്തിനു വേണ്ടി? നിങ്ങൾ തക്ബീർ നടത്തുവാൻ വേണ്ടി, തക്ബീർ മുഴക്കുവാൻ വേണ്ടി. അല്ലാഹുവിനെ അലാ മാ ഹദാകും, പിന്നെ എന്തിനാ? അവൻ നിങ്ങൾക്ക് മാർഗദർശനം നൽകിയതിനും, മാർഗദർശനം നൽകിയതിലേക്ക് നിങ്ങളെ എത്തിച്ചതിനും. എങ്ങനെയാ നമ്മൾ ചെയ്യേണ്ടത്? ലിതുകബ്ബിറുല്ലാഹ്, അല്ലെ? അല്ലാഹുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട്, പ്രകീർത്തനം ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വബശ്ശിരിൽ മുഹ്സിനീൻ. വബശ്ശിർ, വബശ്ശിർ എന്താർത്ഥം? സന്തോഷ വാർത്ത അറിയിക്കുക. ആർക്ക്? അൽ മുഹ്സിനീൻ, മുഹ്സിനീങ്ങൾക്ക്. എന്താ മുഹ്സിൻ എന്ന് പറഞ്ഞ അർത്ഥം? നന്മയുള്ളവൻ. മുഹ്സിൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? നന്മയുള്ളവൻ. വബശ്ശിരിൽ മുഹ്സിനീൻ, നന്മയുള്ള ആളുകൾക്ക്, പുണ്യകർമ്മം ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യുക? സന്തോഷ വാർത്ത അറിയിക്കുക. ചോദിക്കുന്നുണ്ട് റസൂലുള്ളാഹിനോട്, എന്താണ് ഇഹ്സാൻ? അല്ലെ, അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്.
നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്നുള്ള ബോധത്തോടു കൂടി അമൽ ചെയ്യുക, ജീവിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു CCTV കാണുമ്പോൾ നമ്മളതിനെ കാണുന്നുണ്ട്, അപ്പൊ നമ്മളെ കാണുന്നുണ്ട്, നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ നമുക്ക് ഉണ്ടാകുന്ന ഒരു ശ്രദ്ധയുണ്ട്, ഒരു മാറ്റമുണ്ട്. ഞാൻ അങ്ങനെ നടന്നാൽ മോശമല്ലേ, ഞാൻ ഇങ്ങനെ നടന്നാൽ മോശമല്ലേ അല്ലെ? നമ്മളെ റൂമിലൊക്കെ ഒരു CCTV വെച്ചാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മളെ വീട്ടിൽ മൊത്തം CCTV വിചാരിക്കുക. വീട്ടിൽ കയറാൻ തോന്നുന്നു, വീട്ടിൽ കയറാൻ തോന്നുന്നു നമുക്ക്. പുറത്ത് നമ്മൾ പോകുന്നിടത്തെല്ലാം CCTV. ഒന്നും വേണ്ട, ഈ തലന്റെ മുകളിൽ CCTV, അതും വേണ്ട, ഇവിടെ പെണ്ണ് വെച്ചിട്ടല്ലേ, ഇപ്പൊ ആ സംവിധാനമൊക്കെ ഉണ്ടല്ലോ, പെണ്ണ് ഇവിടെ വെച്ചിട്ട് ഇവിടെ ക്യാമറ. രാത്രി എല്ലാവരും ഫാമിലി എല്ലാവരും ഇരിക്കും, എല്ലാവരും ഇരുന്നിട്ടൊക്കെ ചെക്ക് ചെയ്യും. ഫാമിലി എല്ലാവരും വേണ്ട, ഭാര്യയും ഭർത്താവും ഇരിക്കും, എന്നിട്ട് എന്ത് ചെയ്യും? മുഴുവൻ ചെക്ക് ചെയ്യുന്നത്. എടി പോവാൻ കഴിയോ? ജീവിക്കാൻ കഴിയോ? എന്തിനേറെ പറയും, നിങ്ങൾ വിളിക്കുന്ന എല്ലാ കോളുകളും റെക്കോർഡ് ചെയ്യുന്നു, എന്നിട്ട് എല്ലാരും ഒരുമിച്ച് കേൾക്കും. ഫോൺ വിളിക്കോ ജീവിതത്തിൽ? ജീവിക്കോ? ഇല്ല. നിങ്ങളായിരിക്കും നിങ്ങളെ ഫോൺ, നമ്മളെല്ലാവരും ഫോൺ ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇനി ഓൺ ആക്കുമ്പോൾ തന്നെ വീട്ടിലുള്ള വലിയ സ്ക്രീനിൽ അതിങ്ങനെ പ്ലേ ആകാൻ തോടൂല ഫോൺ, നമ്മൾ ഇട്ടിട്ട് ഓടും. എന്താ? ഒരാൾ കാണുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് നമുക്ക് ആ ബോധം വന്നത്? നമ്മൾ അറിയുന്നുണ്ടല്ലേ ഒരാൾക്ക് നമ്മളെ കാണുന്നുണ്ട്. ആ ഒരു ബോധം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയ ദർജയാണത്. എന്റെ റബ്ബിനെ കാണുന്നില്ല, എന്നാ റബ്ബിനെ കാണുന്നുണ്ട് എന്നറിഞ്ഞ് ജീവിക്കുക, അതൊരു വല്ലാത്ത ദർജയാണ്. ഒരു വിധമൊന്നും നടക്കൂല. നമ്മളെ ശൈത്താൻ ഇങ്ങനെ മറപ്പിച്ചുകൊണ്ടേയിരിക്കും. എന്ത്? ആരും കാണുന്നില്ലടാ, ആരും കാണുന്നില്ല, ആരും കാണുന്നൊന്നില്ല, എല്ലാം അങ്ങോട്ട് മുങ്ങിക്കോളി. 8 മണിക്കാണ്, 8:05 നാട്ടിലെത്തുന്നത്. ഒരു റൗണ്ടും കൂടി ബൈക്കിലങ്ങ് ഇറങ്ങിയാൽ 5 മിനിറ്റ്. ആളുകൾ കരുതിക്കോളും എന്ത്? പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ട് ഇറങ്ങിയെന്ന് തന്നു. പിന്നെന്താ പറയുക? വീട്ടിൽ പോയിട്ട് എല്ലാവരും കാണാൻ സംസ്കരിച്ചാൽ മതി. മഗ്‌രിബിന്റെ ടൈമിലേക്ക് എത്തിയതാണ്, മഗ്‌രിബ് കഴിഞ്ഞിട്ടുണ്ട്. മതി, അങ്ങ് പോവാ. എന്താ? ഞാനൊന്നും ഇല്ലല്ലോ. നമ്മളാരെങ്കിലും ഒരു സൈഡിൽ നിന്നിട്ട് ഇങ്ങനെ നിരീക്ഷിക്കണം, ഇവനാടി പോകുന്നു, ഇവനാടി വരുന്നു, ഇവനൊന്ന് നോക്കിയാട്ടെ. ഒന്നും ഉണ്ടാവില്ല, നമ്മൾ ഇട്ടിട്ട് ഓടും നിസ്കരിക്കാൻ വേണ്ടിട്ട്. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം ഇഹ്സാൻ അല്ലെ, ഇത് വലിയൊരു ദർജയാണ്. ഞാൻ പറയുന്നത് ഇതൊന്നും ചർച്ച ചെയ്യാതെ നമ്മൾ പോരുത്. ഇതൊക്കെ ഇപ്പൊ ഖുറാൻ ക്ലാസ് എടുത്തു പോവാന്ന് പറഞ്ഞാൽ വലിയ എളുപ്പം, അത് കേട്ടു പോവാന്ന് പറഞ്ഞാൽ അതിനേക്കാൾ എളുപ്പം. എന്താ അതിന്റെ എളുപ്പം എന്ന് പറയുന്നത്? ഇതിങ്ങനെ പറയാ, ഇതിന്റെ അർത്ഥം പറയാ, ഇത് പറയാ, വിശദീകരണം പറയാ, അല്ലെ, ഒക്കെ നമ്മളെ മുന്നിലുണ്ട്, ഒക്കെ സൗകര്യം നമുക്കുണ്ട്. എന്നാൽ ഇത് അമൽ ചെയ്യാന്ന് പറഞ്ഞാൽ അല്ലെ, ഒന്നും വേണ്ട. ഇപ്പൊ ഈ ഇരിക്കുന്ന ഇരുത്തം അള്ളാഹു എന്നെ നിരീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഇതിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട് അല്ലെ. നിങ്ങളെല്ലാവരും ഇവിടെ ഞാൻ ഓരോ ക്യാമറ വെച്ച് റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഉറങ്ങുമോ? നിങ്ങൾ ഉറങ്ങുന്നില്ല, ഒരാളും ഉറങ്ങുന്നില്ല, എന്തില്ല. നിങ്ങൾ ആരെങ്കിലും ഉറങ്ങുമോ? ആരെങ്കിലും വെറുതെ ഇരിക്കുമോ? തലചോറിയോ? ഫോണിൽ കളിക്കുമോ? നിങ്ങൾ ആരോ ഒന്നും ചെയ്യുന്നില്ല. എന്നാൽ എന്തായിരിക്കും ഒരു ശ്രദ്ധ, ഒരു പ്രത്യേക ശ്രദ്ധ അല്ലെ. ഡ്രസ്സൊക്കെ ഒന്ന് ശരിയാക്കി അള്ളാഹു കാണുന്നുണ്ടെന്ന് പറഞ്ഞാലും എവിടെ കാണുന്നുണ്ടോ? ആ ബോധം നമുക്കില്ല. അതാണ് ഇഹ്സാൻ. നമ്മൾ ഇഹ്സാൻ പറയുമ്പോ ഞാൻ മുഹ്സിനാണ്, പേരുകൊണ്ട് മുഹ്സിനായിട്ട് കാര്യമില്ല. ഞാൻ മുഅ്മിനാണ്, കാര്യമില്ല. മുസ്ലിമാണ്, കാര്യമില്ല. എന്തുണ്ടാകണം? അത് തോന്നണം. എപ്പോ തോന്നണം? ഇപ്പൊ തോന്നണം, ഈ നിമിഷം. തഖ്വ എന്ന് പറയുന്നത് ക്ലാസ് കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഉണ്ടാക്കേണ്ടതൊന്നല്ല അല്ലെ. നമ്മളിവിടെ വീട്ടിൽ പോയിട്ട് കുക്കറിൽ ഇട്ടിട്ട് വേവിച്ചിട്ട് ഉണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യമാണെങ്കിൽ ഓക്കെ, വീട്ടിലെത്തിയിട്ട് വലയ്ക്കാ പറയാം. ഈ പറയുന്നതൊക്കെ ഈ നിമിഷം ഉണ്ടാക്കേണ്ടതാണ്. അതെല്ലാ ഇൽമി സദസ്സുകളും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഒരു ചരിത്രം കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഞാൻ ഇനി വീട്ടിൽ പോയിട്ട് പറയേണ്ടതാണ്. അല്ല, നീ ഈ നിമിഷം അതിൽ നിന്നുള്ള ഒരു പാഠം നീ ഉൾക്കൊണ്ടുകൊണ്ട് നീ ഇപ്പം മാറണം. എനിക്കതാ പറയാനുള്ളത്. ഈ നിമിഷം നമ്മൾ മാറാനുള്ളതാണ്. കാരണം എന്നെ ക്ലാസ് കഴിഞ്ഞ് എണീച്ചു പോകുന്ന ഉറപ്പില്ലാത്ത മനുഷ്യന്മാരല്ലേ നമ്മള്. ഒരാൾക്കും ഉറപ്പില്ല അടുത്ത നിമിഷം എന്താ നടക്കാം. അപ്പൊ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഇപ്പൊ ഒരു മാറ്റം ഉണ്ടാവണം. അള്ളാഹു എന്നെ കാണുന്നുണ്ട് എന്നുള്ള ബോധത്തോടു കൂടി നിൽക്കണം. അള്ളാഹു എന്നെ കാണുന്നുണ്ട്, ആ ബോധം ഉണ്ടാക്കിയാൽ എങ്ങനെ നമ്മൾ നിൽക്കും? നമ്മളെ വസ്ത്രം നമ്മൾ പരിശോധിക്കും, നമ്മുടെ ശരീരം നമ്മൾ പരിശോധിക്കും, നമ്മുടെ അവസ്ഥ നമ്മൾ പരിശോധിക്കും. ഇപ്പൊ അങ്ങനെ പടച്ചോനങ്ങ് പിടിച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിക്കും. ഹൃദയത്തിന്റെ ഉള്ളിൽ എന്താ ഉള്ളത് നമ്മൾ ആലോചിക്കും. അള്ളാഹു ഹൃദയത്തിലേക്കാണല്ലോ നോക്കുക. ഒക്കെ നന്നാവും. നമ്മൾ പറയുന്നില്ലേ ചില ആളുകൾ പെട്ടെന്ന് മാറി.
എന്തുകൊണ്ടാ അവരെ മാറ്റിയത്? എന്താ അവരെ മാറ്റിയത്? അള്ളാഹുവിനെ പറ്റിയിട്ടുള്ള ബോധം അവർക്ക് ഉണ്ടായി, പിന്നെ അവർ മാറും. അള്ളാഹു മനസ്സിലാക്കണ തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വബശ്ശിരിൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്ന പുണ്യകർമ്മം ചെയ്യുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. അവർക്ക് സന്തോഷിക്കാം, അവർക്ക് എന്ത് ചെയ്യാം? സന്തോഷിക്കാം. ബലികർമ്മത്തെ പറ്റി വളരെ വിശദമായി നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചു. നമ്മൾ ആരംഭിച്ചത് എവിടുന്നാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും ഹജ്ജിന് വേണ്ടി പോകുമ്പോ, ഉംറയ്ക്ക് വേണ്ടി പോകുമ്പോ തടഞ്ഞു നിർത്തി മക്ക മുശ്രിക്കുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യാണ്? ചരിത്രം പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുന്ന് പ്രഖ്യാപിച്ചതും അതിനുശേഷം പോയതും അവിടെയുള്ള കർമ്മങ്ങളും ബലിയെന്താണ്, അതിന്റെ രൂപം എന്താണ്, അത് ആർക്കാണ് കൊടുക്കേണ്ടത്, അതിന്റെ ഹിക്മത്ത് എന്താണ്, അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് തുടങ്ങി വിശദമായ ഒരു പഠനം അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ നടത്താൻ നമുക്ക് കഴിഞ്ഞു. ഇനി അടുത്ത ആയത്ത് മറ്റൊരു വിഷയത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുപോകാൻ പണ്ഡിതന്മാരെ അഭിപ്രായം പറഞ്ഞതായിട്ട് നമുക്ക് തഫ്സീറുകളിൽ കാണാൻ കഴിയുന്നത്, ഈ കഴിഞ്ഞ ആയത്ത് വരെ മക്കയിലും ഇനി വരുന്ന ആയത്തുകൾ മദീനയിലും അവതരിച്ചതാണ് എന്ന് ക്ലാസിന്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. സൂറത്തുൽ ഹജ്ജ് മക്കയിലും മദീനയിലും അവതരിച്ചെന്നുള്ള അഭിപ്രായം പണ്ഡിതന്മാരുടെ ഇടയിലുണ്ട്. അവിടെ രണ്ടിടത്തുള്ള വിഷയങ്ങളും പറയുന്നുണ്ട്. ഇനി മുതലുള്ള ആയത്തുകൾ മദീനയിൽ ഇറക്കിയതാണ് എന്ന് പണ്ഡിതന്മാരെ അഭിപ്രായം പറഞ്ഞതായി നമുക്ക് കാണുവാൻ കഴിയും. തുടങ്ങാം. ഇന്നല്ലാഹ യുദാഫിഉ അനില്ലദീന ആമനു. ഇന്നല്ലാഹ്, തീർച്ചയായും അല്ലാഹു, യുദാഫിഉ, തടുക്കും. അല്ലാഹു എന്ത് ചെയ്യും? തടുക്കുന്നു. അനില്ലദീന ആമനു, വിശ്വസിച്ച കൂട്ടർക്ക്. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്ക് വേണ്ടി പ്രതിരോധം ഏർപ്പെടുത്തുന്നതാണ്. ഇതാ പ്രത്യേകത, വിശ്വാസികൾക്ക് കേട്ടോ, വിശ്വാസമില്ലാത്ത ആളുകൾക്കല്ല. വിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിരോധം ഏർപ്പെടുത്തുന്നതാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഇന്നല്ലാഹ്, നിശ്ചയമായും അല്ലാഹു, ലാ യുഹിബ്ബു, അവൻ ഇഷ്ടപ്പെടുന്നില്ല, സ്നേഹിക്കുന്നില്ല, കുല്ല ഖവ്വാൻ, ഒരു ചതിയനെയും, കഫൂർ, ഒരു നന്ദികെട്ടവനായ ഒരു ചതിയനെയും ഒരു അവിശ്വാസിയെയും അല്ലാഹു എന്ത് ചെയ്യുന്നില്ല? ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾക്ക് അതിൽ സംശയം വേണ്ട. അവരെയാണ് അള്ളാഹ്ക്ക് ഇഷ്ടം, ഇനി ഇഷ്ടമല്ലേ? അള്ളാഹ്ക്ക് അവരെ ഇഷ്ടമല്ല, ആ കൂട്ടരെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. തുടക്കത്തിൽ പറഞ്ഞതാണ് ഗൗരവം. ഇന്നല്ലാഹ യുദാഫിഉ അനില്ലദീന ആമനു, അള്ളാഹു ഒരു പ്രതിരോധം നൽകുന്നുണ്ട് വിശ്വാസികൾക്ക്. അതിന് ഏറ്റവും വലിയ നമ്മുടെ മുന്നിലുള്ള ഉദാഹരണം ഗസയാണ്. ഗസയിലുള്ള വിശ്വാസികൾ എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് ഒരു ബ്രേക്കുമില്ലാതെ, അല്ലെ, ഒരു നിർത്തലുമില്ലാതെ, ഒരു സമയം നമ്മളൊക്കെ ആലോചിച്ചിരുന്നു, ഒക്കെ നിർത്തി, ഇല്ല, വീണ്ടും ആരംഭിച്ചു. നിർത്താതെ അവരിലേക്ക് ഇങ്ങനെ മിസൈലുകൾ ഇങ്ങനെ വിട്ടുകൊണ്ടേയിരിക്കുമ്പോഴും അവരെടുത്തേക്കാണ് പോകുന്നത്? നമസ്കാരത്തിലേക്ക്. അവർ വിശ്വാസത്തിൽ നിന്ന് തെറ്റുന്നില്ല. നമ്മുടെ ഒരു പനിയും തലവേദനയും വരുമ്പോ നമ്മുടെ വിശ്വാസത്തെ മാറ്റിവെക്കുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യഥാർത്ഥ ബോധ്യത്തിലാണ്, ഇന്ന് പള്ളിയിലേക്ക് പോയ എൻ്റെ വാപ്പ തിരിച്ചു വരണമെന്നില്ല, ഇന്ന് ഭക്ഷണം തേടിപ്പോയ എൻ്റെ വാപ്പിന് ഭക്ഷണം കൊണ്ട് വരണമെന്നില്ല, ഇന്ന് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയ എൻ്റെ ഉമ്മാനെ ഇനി എനിക്ക് കാണാൻ കഴിയണമെന്നില്ല. നമ്മൾ കാണുന്ന കാഴ്ചകൾ നമ്മുടെ കണ്ണുകളെ തുറപ്പിച്ചിട്ടുള്ളൂ, ഹൃദയത്തെ തുറപ്പിച്ചിട്ടില്ല. നമ്മൾ ആലോചിച്ചൊരു വിഷയമുണ്ടോ? നമ്മള് ഫലസ്തീനിലെയും ഗസയിലൊക്കെ വീഡിയോസ് ഇങ്ങനെ കാണും. നമ്മുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് വരും. ആ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്ന് അതങ്ങ് ഓഫാക്കി മറ്റു 2 വീഡിയോസ് കാണുമ്പോൾ ചിരിക്കും നമ്മളെ. എന്തുകൊണ്ടാ ആ കണ്ണീര്? അത് എവിടുന്നുള്ള കണ്ണീരാണ്? അത് വടക്ക് കണ്ണീരാണ്. അത് നിങ്ങൾക്ക് അങ്ങനെയുള്ള സംഭവങ്ങൾ കാണണമെന്നൊന്നുമില്ല. ഒരു കഥ ഒരാള് ഉണ്ടാക്കി പറഞ്ഞാൽ നിങ്ങൾ കരയും, അത് അങ്ങനെയുള്ള കരച്ചില. ഹൃദയം കരയുക എപ്പോഴാണ്? ഹൃദയം കരഞ്ഞാലുള്ള വ്യത്യാസം എന്താ? ഹൃദയം ഒന്ന് പിടച്ചാലുള്ള വ്യത്യാസം എന്താ? അതിൽ നിന്നും മാറാൻ നമുക്ക് കഴിയില്ല. അതിന്റെ ഹാങ് ഓവർ ഉണ്ടാവും നമുക്ക്, അല്ലേ? ഒരു കുട്ടിയെ നഷ്ടപ്പെട്ടല്ലേ, വാപ്പയെ നഷ്ടപ്പെട്ടു, ഒരു ഉമ്മയെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരാളുടെ വിഷമം എവിടത്തേക്കാ തട്ടുക? ഹൃദയത്തിലാ തട്ടുക. പിന്നെ ഉണ്ടാകുന്ന ഒരു ഹാങ് ഓവർ ഇല്ലേ?
അതിൽ നിന്ന് മാറിക്കിട്ടാൻ വേണ്ടി ഒരു സമയം എടുക്കുന്നുണ്ടല്ലോ, കുറച്ച് കാലഘട്ടം എടുക്കുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള ഒരു വിഷമം ഗസയുടെയും ഫലസ്തീനുടെയും കാര്യത്തിൽ നമുക്ക് തട്ടിയിട്ടില്ല. ഞാൻ 1-2 പ്രാവശ്യം ഖുതുബയിൽ കുറെ വിശദമായിട്ട് പറഞ്ഞു ഫലസ്തീൻ, ഗസ. പള്ളിയിൽ നിന്ന് എല്ലാവർക്കും ഇങ്ങനെ ജുമാക്ക് ഫിക്കറിൽ കേൾക്കാൻ കഴിയും, കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് പൊഴിയും. ജുമ കഴിഞ്ഞാൽ ആളുകൾ ചിരിക്കും, കളിക്കും. എന്തുകൊണ്ടാണ്? അത് ഹൃദയത്തിലേക്ക് ഇറങ്ങുന്നില്ല. എന്തുകൊണ്ട് ഹൃദയത്തിലേക്ക് ഇറങ്ങുന്നില്ല? നമ്മളിലേക്ക് അത് എത്തിയിട്ടില്ല. നമ്മളിലേക്ക് എത്തിയാലേ അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാവുള്ളൂ. അവരിൽ നിന്നുള്ള ഏറ്റവും വലിയ പാഠം അവർ ആ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്നു എന്നുള്ളത്. എന്ത് വലിയ പരീക്ഷണം നമുക്ക് മനസ്സിലായിട്ടില്ല. അവരെ പരീക്ഷണത്തിന്റെ വലുപ്പം നമുക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഒരു ബിൽഡിങ്ങിന്റെ അടിയിൽ പെട്ടു. നമ്മളൊക്കെ കാത്തിരിക്കുമാറാകട്ടെ. എന്നിട്ട് നമ്മുടെ മക്കൾ വന്നിട്ട്, നമ്മുടെ സുഹൃത്തുക്കൾ വന്നിട്ട്, നമ്മളെ സ്നേഹിക്കുന്നവർ വന്നിട്ട് ബിൽഡിങ്ങിന്റെ ഓരോ കഷ്ണങ്ങളും കോൺക്രീറ്റ് കട്ടകളും ഇങ്ങനെ മാറ്റി 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 അതിന്റെ ഇടയിൽ നമ്മളെ ഇങ്ങനെ തപ്പുന്ന ഒരവസ്ഥ എത്ര ഭീകരാണ് അല്ലേ? വേണ്ട, ഇന്ന് നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ അള്ളാഹു നമ്മളൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. കഠിന പരീക്ഷണങ്ങൾ അള്ളാഹു നമ്മളൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾ ചില ബിൽഡിങ്ങുകൾക്കടിയിലായി എന്നുള്ള വാർത്ത അറിഞ്ഞാലുള്ള എന്നൊരവസ്ഥ. കുറെയൊക്കെ വേണോ, നമ്മളെ മക്കൾ ഒരു ഫ്ലാറ്റിൽ നിൽക്കുന്നുണ്ട്, ആ ഫ്ലാറ്റിന് തീ പിടിച്ചു എന്നറിഞ്ഞാൽ ഒരു നിമിഷം നമ്മുടെ മനസ്സുറച്ചു വെക്കും. എന്ന നിൽപ്പും നമ്മൾ ഇല്ലാണ്ടാകും. ഇത് നമ്മൾക്ക് പറയുമ്പോൾ ഇത് നടക്കാത്ത ഒന്നതായിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഓരോ നിമിഷവും അവർ പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ എത്തിക്കൂടാന്നൊന്നില്ലല്ലോ. ചൂരൽമല വളരെ വിശദമായി നമ്മൾ കണ്ടതാണ്. രാത്രി വാപ്പ വിളിച്ചിട്ട് ഭാര്യയോടും മക്കളോടും സംസാരിക്കുന്നുണ്ട്. നാളെ വിളിക്ക, ഉറങ്ങിക്കോ എന്ന് പറഞ്ഞാ വെച്ചത്. പിറ്റേന്ന് വിളിക്കുമ്പോ എടുക്കണില്ല. കുടുംബക്കാരെ വിളിച്ചപ്പോ കേൾക്കുന്ന വാർത്ത എന്താ? നിന്റെ കുടുംബം പോയിട്ട് നിന്റെ വീടിന്റെ ഒരു അംശം കാണാനില്ല. ചെറിയൊരു ഉമ്മയും കുഞ്ഞും, ജനിച്ചപാടുള്ള കുഞ്ഞ്, മുലയൂട്ടുന്ന കുഞ്ഞ് കയ്യിലുണ്ട്. വീട്ടിലുള്ള എല്ലാവരെയും എന്തോന്നിങ്ങനെ കൊണ്ടുപോവാണ്. അത് കാണുന്ന ഒരു ഉമ്മയുടെ, ഒരു കുഞ്ഞിന്റെ അവസ്ഥ എത്ര ഭീകരം. അവര് കരുതിയിരുന്നു കടന്നുറങ്ങുമ്പോ അവരതിലേക്ക് പോകും. എന്നാൽ പോലും ഞാൻ പറയുന്നു, നമ്മൾ ആ വയനാടിന്റെ ചിത്രങ്ങൾ കണ്ടിട്ടും അതും നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടിട്ടില്ല. ഹൃദയത്തിലേക്ക് ഇറങ്ങിയാൽ നമ്മളിൽ അതിനെ പറ്റിയിട്ടുള്ള മാറ്റങ്ങൾ, അതിന്റെ അടിസ്ഥാനത്തിൽ അതിലുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ടുള്ള മാറ്റം നമുക്കുണ്ടാവും. വലിയൊരു വെള്ളപ്പൊക്കം വന്നൂലേ? നമ്മൾ വെള്ളപ്പൊക്കത്തിൽ പെടാത്തിടത്തോളം കാലം നമുക്ക് എന്ത് ചെയ്യില്ല, എന്റെ വേദന മനസ്സിലല്ല. വെള്ളപ്പൊക്കത്തിന്റെ സമയം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ചില ആളുകളെ വീടിങ്ങനെ ഒഴിപ്പിച്ചിട്ട് ആളുകൾ ബോട്ടിൽ കൊണ്ടുപോകുമ്പോൾ ചില ആളുകൾ വാശി പിടിക്കും, നമ്മൾ വരൂല, വീട്ടിന്റെ മുകളിൽ കയറിയിരിക്കും. ഇത് കാണുമ്പോൾ നമുക്ക് ദേഷ്യം പിടിക്കും. നമ്മൾ പറയും, അതെന്താ കേട്ടാല്, അതെന്താ പോയാല്. ആ പോകുന്നതിന്റെയും അവിടുന്ന് ഇറങ്ങുന്നതിന്റെയും വേദന മനസ്സിലാക്കി പറയോ? നമ്മൾ നിൽക്കുന്ന വീട്ടിൽ നിന്ന് നമ്മളോട് ഇറങ്ങാൻ പറയണം. അതുവരെ നമ്മൾ എന്താ നോക്കുക? നമ്മുടെ യുക്തി, ബുദ്ധി അതല്ലേ ചെയ്യേണ്ടത്, അതൊക്കെ നമ്മൾ ഇട്ടറിയും. നമ്മളെ വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ, കാരണം നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം ഉണ്ട്. അവരുടെ മാനസികാവസ്ഥ എന്താ? എത്രയോ വർഷം, 10-20 വർഷം പ്രവാസിയായി ജീവിച്ച് നാട്ടിൽ വന്ന് പണിയെടുത്ത് ഉണ്ടാക്കിയ വീടാ. ഇതിനങ്ങ് വിട്ടിട്ട് പോയാൽ ഞാൻ എന്താക്കുക? ഇതിനേക്കാൾ നല്ലത് ഞാൻ ഇവിടുന്ന് തീരില്ല എന്നാ അവർ ചിന്തിക്കുന്നത്. ഇനി അഴുതുമില്ല. വെള്ളപ്പൊക്കത്തിൽ നമ്മൾ പെടാത്തിടത്തോളം അതിന്റെ വേദന നമ്മൾ മനസ്സിലാക്കൂല. നമ്മുടെ മക്കള് വേദനിക്കാത്തിടത്തോളം കാലം മക്കള് നഷ്ടപ്പെട്ടുള്ള വേദന നമുക്ക് മനസ്സിലാവില്ല. നമ്മുടെ മാതാപിതാക്കൾ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആ വേദന നഷ്ടപ്പെടുമ്പോഴേ നമ്മൾ അറിയുള്ളൂ. വേറൊരാളുടെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടാൽ നമുക്ക് മനസ്സിലാവില്ല. അള്ളാഹു നമ്മളെല്ലാരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ. പറഞ്ഞു വന്ന വിഷയം, ഇന്നല്ലാഹ യുദാഫിഉ, അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പ്രതിരോധം നൽകുന്നുണ്ട്. വിശ്വാസികൾക്ക് ആ ബോധ്യം നമുക്ക് ഉണ്ടാകണം. അള്ളാഹു നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. എന്ത് തന്നെ വന്നാലും ഈ ഇരിക്കുന്ന ഞാൻ, ഇന്നുള്ള ഞാൻ ഈ നിലയിൽ എത്താൻ കാരണം എന്റെ റബ്ബാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ രാത്രി ചെയ്യുന്ന തെറ്റുകൾ അള്ളാഹു പകലിൽ എന്ത് ചെയ്യാണ്? മറച്ചു വെക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ രാത്രി ചെയ്ത തെറ്റുകൾ രാവിലെ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ പരസ്യപ്പെടുത്താൻ പാടില്ല. അള്ളാഹു അതിനെ മറച്ചു വെച്ചു. എന്നിട്ട് നമ്മൾ അതിനെ പരസ്യപ്പെടുത്തില്ല. അള്ളാഹുവിന് ധിക്കാരം കാണിക്കുന്നവരായി നമ്മൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് ഒരു പ്രതിരോധം അള്ളാഹു നൽകുന്നുണ്ട്, തടുക്കുന്നുണ്ട്. അള്ളാഹു
പിന്നെ നിങ്ങൾ അറിയണം, ഇന്നല്ലാഹ ലാ യുഹിബ്ബു, അള്ളാഹ്ക്ക് ഇഷ്ടല്ല, അള്ളാഹു സ്നേഹിക്കൂല, കുല്ല ഖവ്വാനിൻ കഫൂർ, വഞ്ചകരെ, നന്ദി കെട്ട വഞ്ചകരെ ഒന്നും ആര് സ്നേഹിക്കൂല, അള്ളാഹു ഇഷ്ടപ്പെടൂല. അങ്ങനെ നിങ്ങൾക്ക് തോന്നുകയേ വേണ്ട എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. എന്നിട്ട് പിന്നെ അടുത്ത ആയത്തിലേക്ക് പോകാം. ഉദിന ലില്ലദീന യുഖാതലൂൻ, ഉദിന, അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു. എന്താ പറഞ്ഞത്? അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു. ആർക്ക്? ലില്ലദീന, യാതൊരു കൂട്ടർക്ക്. ഏതാണ് ആ കൂട്ടം? യുഖാതലൂന ബിഅന്നഹും ളുലിമൂ. ഖുർആനിൽ ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധം അനുവദിക്കുന്ന ആയത്താണ് ഈ ആയത്ത്. അതാ നമ്മൾ മറ്റൊരു വിഷയത്തിലേക്ക് പോവാണ്. ഉദിന ലില്ലദീൻ, ഒരു കൂട്ടർക്ക് അല്ലാഹു അനുവാദം നൽകി. ആരാണ് ആ കൂട്ടർ? യുദ്ധത്തിന് ഇരയാകുന്നവർക്ക്. എപ്പോൾ? യുഖാതലൂന ബിഅന്നഹും ളുലിമൂ, മർദ്ദിതരായതിനാൽ അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു. മർദ്ദിതരായതിനാൽ, വെറുതെ അങ്ങോട്ട് പോയിട്ട് യുദ്ധം ചെയ്യല്ല, വെറുതെ കാണുന്ന ആളുകളൊക്കെ കൊന്നുകളയലല്ല യുദ്ധം. എന്താണ് യുദ്ധം എന്ന് പറഞ്ഞാൽ? എന്തിനാ യുദ്ധം അനുവാദം നൽകിയത്? എല്ലാവരും പോയിട്ട് ഇറങ്ങിയിട്ട് യുദ്ധം ചെയ്യാനാ? അല്ല. അള്ളാഹു വളരെ വ്യക്തമായിട്ട് പറയുന്നു, യുദ്ധത്തിന് ഇരയാകുന്നവർക്ക്, അവർ മർദ്ദിതരായതിനാൽ. ഇസ്ലാമിന്റെ ചരിത്രം പഠിച്ചാൽ അതുപോലെ മനസ്സിലാകുന്നില്ല. കാരണം മക്കയിലുള്ള ജീവിതം എത്ര കഠിനമായിരുന്നു, എന്തൊക്കെ രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പീഡിപ്പിച്ചിരുന്നു, അനുയായികൾ എത്രയൊക്കെ വേദനിപ്പിച്ചിരുന്നു. അന്ന് തന്നെ യുദ്ധം പ്രഖ്യാപിച്ചുകൂടായിരുന്നോ? ഇല്ല. എന്തൊക്കെ സഹിച്ചു അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅവത്തുമായിട്ട് ഇറങ്ങിയപ്പോ നമ്മൾ ആലോചിക്കൊണ്ടൊരു വിഷയം, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു എന്നല്ലാതെ വേറെ ആരെങ്കിലും പോയി നിർബന്ധിപ്പിച്ച് ഇസ്ലാം സ്വീകരിപ്പിച്ചിരുന്നു? അതിന്റെ പേരിൽ വേറെ ആരെങ്കിലും ഇടങ്ങാറാക്കിയിരുന്നു? ഇല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധിക്കരുത് എന്ന് പറഞ്ഞു എന്നുള്ളതിന്റെ പേരിൽ, അതിൽ ക്ഷണിച്ചു എന്നുള്ള പറഞ്ഞതിന്റെ പേരിൽ എന്തൊക്കെ വേദനകൾ. നമസ്കാരം നമ്മൾ ഒറ്റക്ക് ചെയ്യുന്ന അന്നലല്ലേ, ആരെങ്കിലും ഇടങ്ങാറാക്കാനുണ്ടോ? എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുന്ന സമയത്തും ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുവന്ന് കഴുത്തിലിടാൻ മാത്രം അവരെ റസൂലുള്ളാഹി എന്തെങ്കിലും ചെയ്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ഇല്ല. റസൂലുള്ളാഹിയും സഹാബാക്കളും അവരുടെ ഭാര്യമാരും അവരുടെ കുട്ടികളും എന്തെങ്കിലും ചെയ്തോ അവരെ മുഴുവനായി ഒറ്റപ്പെടുത്തി ഒരു താഴ്വരയിലേക്ക് എത്തിക്കുന്ന രൂപത്തിൽ കഴിയാൻ? അവരുമായിട്ട് കല്യാണബന്ധം പാടില്ല, അവരുമായിട്ട് കച്ചവടം പാടില്ല, അവരുമായിട്ട് മറ്റൊരു ഇടപാടുകളും പാടില്ല എന്ന് പറയാൻ മാത്രം, അങ്ങനെയൊക്കെ ചെയ്യാൻ മാത്രം എന്ത് ചെയ്തു അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും? ശഅബ അബീ താലിബിന്റെ ചരിത്രം നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ട ചരിത്രമാണ്. ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും, അതിന്റെ താഴ്വരയിൽ നിന്ന് കുഞ്ഞുമക്കളുടെ കരച്ചിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കും. കുഞ്ഞുമക്കൾ കരയുന്നത് വെറുതെ കരയുന്നതല്ല. കഴിക്കാൻ ഭക്ഷണമില്ലാതെ, കുടിക്കാൻ വെള്ളമില്ലാത്തതിന്റെ പേരിൽ കുട്ടികൾ ഇങ്ങനെ കരയാണ്. റസൂലുള്ളാഹി എങ്ങനെ അത് താങ്ങിയത്? വർഷങ്ങളോളം. ഒരു കുഞ്ഞ് കരയുന്ന ശബ്ദം കേട്ടാൽ നമസ്കാരത്തെ ചുരുക്കിയ ആളാണ് ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമസ്കാരത്തെ ചുരുക്കി ആ റസൂലുള്ളാഹി എങ്ങനെ അത് താങ്ങി? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരിൽ മരുഭൂമിയിലുള്ള പച്ചിലകൾ കഴിച്ചുകൊണ്ട് അവര് ജീവിച്ചു. നമ്മള് പച്ചിലകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ പച്ചിലകൾ നല്ല കഴിക്കാൻ പാകമായ അതൊക്കെ തന്നെ നമുക്ക് ഇഷ്ടം എന്നൊക്കെ നമ്മൾ പറയും. മരുഭൂമിയിലുള്ള പച്ചിലകൾ എന്ന് പറയുന്നത് മുള്ളുകൾ അടങ്ങിയതാണ്. സഹാബാക്കൾ അത് കഴിക്കുമ്പോൾ നാവും പൊട്ടും. എന്നിട്ടും എന്തേ അവരത് കഴിച്ചത്? ജീവൻ നിലനിർത്തണം, മരിക്കാതിരിക്കാൻ വേണ്ടി കഴിച്ചതാ. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രം നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം രാത്രി ഒന്ന് മൂത്രമൊഴിക്കാൻ വേണ്ടി പോയതാണ്. മൂത്രമൊഴിക്കാൻ പോയ സമയത്ത് മൂത്രമൊഴിക്കുമ്പോ മൂത്രം നിലത്തല്ല മുട്ടുന്നത് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതായത്
മണ്ണിലല്ല മൂത്രം എത്തുന്നത് മനസ്സിലാക്കി. മറ്റൊരു ശബ്ദം കേട്ടു. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? പോയിട്ട് നോക്കിയപ്പോ കാണുന്നത് ഒട്ടകത്തിന്റെ ഒരു ഉണങ്ങിയ തൊലിയാണ്. ചരിത്രത്തിൽ കാണാം, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു 3 ദിവസം വിശപ്പ് മാറ്റിയത് ആ ഒട്ടകത്തിന്റെ ഉണങ്ങിയ തൊലി കൊണ്ടാണ്. നമ്മുടെ ഭക്ഷണത്തിൽ ഒരു ഈച്ച വീണൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിനെ മുക്കിയിട്ട് എന്ത് ചെയ്യാ? പുറത്തേക്കിട. നമ്മൾ കഴിക്കൂല. ഒരു മുടിയുടെ ഒരു അംശം നമ്മൾ കണ്ടാൽ നമ്മൾ കഴിക്കൂല. കുറേ സിഫത്തുകളുമായി നടക്കുന്നവരാണ് നമ്മൾ. നമ്മുടെ മുൻഗാമികൾ എന്തായിരുന്നു? അവരുടെ അവസ്ഥ എന്തായിരുന്നു? ജീവൻ നിലനിർത്താൻ എന്തെങ്കിലും കഴിക്കണം, എന്തെങ്കിലും കുടിക്കണം, ചെയ്തേ പറ്റുള്ളൂ. എന്ത് മോശമാണെന്ന് ഓർത്തൊന്നും കാര്യമില്ല. പറഞ്ഞു വന്ന വിഷയം എന്ന് പറയുന്നത് വളരെ പരീക്ഷണവും ത്യാഗങ്ങളും ഒക്കെ തന്നെയായിരുന്നു അവരുടെ ജീവിതം. എന്നാൽ അപ്പോഴൊന്നും എന്ത് ചെയ്തിട്ടില്ല? അവര് യുദ്ധം ചെയ്യാൻ ഇറങ്ങിയിട്ടില്ല. ഒരു ഉടമ്പടി നടന്ന സമയത്ത് അവരത് ലംഘിച്ചു എന്ന് തോന്നിയപ്പോ സഹാബാക്കൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്ക് യുദ്ധം ചെയ്താലോ? അവരെ തിരിച്ചടിച്ചാലോ? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എനിക്ക് അനുമതി ലഭിച്ചിട്ടില്ല. വെറുതെ പോയിട്ട് യുദ്ധം ചെയ്തതല്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ കൈത്തരിപ്പ് മാറ്റിയതല്ല. അങ്ങനെയാണെങ്കിൽ മുമ്പേ ആകാമായിരുന്നു. പരീക്ഷണങ്ങൾ അന്നൊരു ദിവസം പെട്ടെന്നുണ്ടായതല്ല. ദീൻ പറഞ്ഞ അന്ന് മുതൽ പരീക്ഷണം തന്നെ ആയിരുന്നു അവരുടെ ജീവിതം മുഴുവൻ. നമ്മളിങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അങ്ങനെ ചെയ്തു, ഖബ്ബാബ് റളിയല്ലാഹുവിനെ അങ്ങനെ ചെയ്തു എന്നൊന്നും പറയുമ്പോൾ നമുക്കൊന്നും തോന്നാത്ത എന്തുകൊണ്ടാ? നമ്മൾ അതിലേക്ക് എത്തൂല എന്നുള്ളതുകൊണ്ടാണ്. നമ്മൾ ഇന്നൊരാളുകൾ നീ മുസ്ലിം അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും വേണ്ട, നമ്മുടെ അടുത്തുള്ള കസേര എടുത്തിട്ട് ഒന്ന് അടിച്ചാൽ എന്തായിരിക്കും നമ്മുടെ ഒരു മനോസ്ഥിതി? എന്തായിരിക്കും? അവരെ കസേര കൊണ്ടൊന്നുമില്ല, അവരെ ഈ കാണുന്ന വടി കൊണ്ടൊന്നല്ല, കൈ കൊണ്ടൊന്നുമില്ല. വേദനിക്കാൻ കഴിയുന്നതിൽ ഏറ്റവും വലിയ വേദന അല്ലേ? നമ്മൾ നമ്മുടെ ഈ ദുനിയാവിലുള്ള അവസ്ഥയായിട്ട് അതിനെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുക. ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ ചുട്ടുപഴുത്ത കല്ലിന്റെ മുകളിലേക്ക് വലിച്ചെറിഞ്ഞു, വസ്ത്രമില്ലാതെ നഗ്നനാക്കിക്കൊണ്ട്. ആ കല്ലിന്റെ ചൂടിൽ അദ്ദേഹത്തിന്റെ പിറകിലുള്ള ഇറച്ചി അവിടെ പറ്റിക്കടന്നു, പിടിച്ചു വലിച്ചെടുത്തു. നമ്മൾ ആലോചിച്ച് നോക്ക്, നമ്മള് വീട്ടില് കല്ല് ചൂടാക്കണ്ടല്ലോ ഭക്ഷണം കഴിക്കാൻ, ഭക്ഷണം ഉണ്ടാക്കാൻ. അതിൽ പോയി ഇരിക്കുന്നതിനെ പറ്റി ഒന്നും ചിന്തിക്കണ്ട. അതിങ്ങനെ അതിൽ നിന്നുള്ള നമ്മുടെ ഭക്ഷണം ഒന്ന് മറിച്ചിടുമ്പോ, അതിനുണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ കൈ ഒന്ന് തട്ടിയാൽ ചെറുങ്ങനെ അല്ലേ, കുറെ ഭാഗമൊക്കെ നമ്മൾ കയ്യിലിടോ? ഇല്ല, ചെറിയൊരു ഭാഗം വിരലിന്റെ തുമ്പ് പെട്ടക്കും നമ്മള്. ഹാല് മാറും നമ്മുടേത്. കളിക്കും അതിനെ കൊണ്ട് നമ്മള് ഓയിൽമെന്റ് പുരട്ടും. ശരീരത്തിൽ നിന്നൊരു അർച്ചങ്ങ് പറഞ്ഞു പോയ ചെറിയ വിഷയമാണ്. ഇനി ഒരാള് നമ്മുടെ കൈ എടുത്തിട്ട് ആ അടുപ്പിലേക്ക് വെച്ച് അല്ലെങ്കിൽ ആ കല്ലിലേക്ക് വെച്ചാൽ നമ്മൾ വെറുതെ വിടുവോ? നമ്മൾ വെറുതെ വിടുവോ? വെറുതെ വിടില്ല. ആരാണെങ്കിലും നമ്മൾ അടിച്ചു കളയും, ഒന്നും നമ്മൾ നോക്കൂല. ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുന്നവർക്കറിയാം, മുസ്ലിങ്ങൾ സഹിക്കന്നായിരുന്നു, ക്ഷമിക്കന്നായിരുന്നു. ഏതുവരെ? അള്ളാഹുവിൽ നിന്ന് അനുവാദം നൽകുന്നവരെ. അള്ളാഹു അനുവാദം നൽകി, അള്ളാഹു അനുവാദം നൽകിയാൽ അള്ളാഹു അനുവദിക്കുന്ന രൂപത്തിൽ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും. ഇസ്ലാമിലെ യുദ്ധങ്ങൾ നമ്മൾ പഠിക്കണം. അത് വലിയൊരു വിഷയമാണ്. യുദ്ധത്തിന്റെ രീതികൾ, യുദ്ധം എങ്ങനെയാണ് അതിന്റെ നൃത്തമെന്ന് നിങ്ങൾക്കറിയും. യുദ്ധത്തിന് എങ്ങനെയാണ് മുസ്ലിങ്ങൾ തയ്യാറാകുക എന്നുള്ളത് അത് മാത്രം പറഞ്ഞുതരാം. അതിന്റെ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പോയിന്റ് പറഞ്ഞിരുന്നത്. പരുന്തിന്റെ ആകൃതിയിലാണ് മുസ്ലിം സൈന്യം നിൽക്കുക. ഏതിന്റെ? പരുന്തിന്റെ രൂപം നമുക്കറിയാലോ. പരുന്ത് ഇങ്ങനെ വിടർന്നു നിന്നാലുള്ള രൂപം ഇങ്ങനെയുള്ളൊരു രൂപമായിരിക്കും. എല്ലാരും ഇങ്ങനെ നിൽക്കലല്ല, പിന്നെ പരുന്തിന്റെ രൂപത്തിൽ ആണ് നിന്നത് എന്നെയും ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അല്ലെങ്കിൽ ഓരോരുത്തർ വലിയ വിശദമായിട്ട് പഠിക്കാനുള്ള ഒരു കാര്യമാണെന്ത്? ഇസ്ലാമിലെ യുദ്ധങ്ങൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം? അതിന്റെ കാരണങ്ങൾ കൂടി നമ്മൾ പഠിക്കണം. ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ നമുക്കത് പഠിക്കാം. അതൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു പറയാണ്, وَإِنَّ اللَّهَ عَلَى نَصْرِهِمْ لَقَدِيرٌ.
നിശ്ചയമായും അല്ലാഹു അലാ നസ്രിഹിം അവരെ സഹായിക്കുവാൻ ലഖദീർ കഴിവുള്ളവനും തന്നെയാണ്. അവരെ സഹായിക്കാൻ കഴിവുള്ളവൻ ആരാണ്? അല്ലാഹുവാണ്. അല്ലാഹു എന്ത് ചെയ്തിരിക്കുന്നു? അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാഗത്തുനിന്നുണ്ട് അവർക്ക് സഹായം ലഭിക്കും. അല്ലാഹു അവരെ സഹായിക്കാൻ കഴിവുള്ളവനാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ചോദിക്കുന്നുണ്ടല്ലോ, മത്താ നസ്റുല്ലാഹ്, അല്ലാഹുവിന്റെ സഹായം എവിടെ? റസൂലുള്ളാഹി പറഞ്ഞെന്താ? അല്ല ഇന്ന നസ്റുല്ലാഹി ഖരീബ്, നിശ്ചയമായും അല്ലാഹുവിന്റെ സഹായം അടുത്ത് തന്നെയുണ്ട്. അള്ളാഹ്ക്ക് സഹായിക്കാൻ കഴിയില്ല നിങ്ങൾ വിചാരിക്കണ്ട. അള്ളാഹുവിന് സഹായിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ വിചാരിക്കേ വേണ്ട. അള്ളാഹു ഉദ്ദേശിക്കുന്നവർ അള്ളാഹു സഹായിക്കും. നമ്മുടെ ജീവിതത്തിലും ചില അനുഭവം ഉണ്ട്, അള്ളാഹു നമ്മളെ സഹായിച്ച അല്ലെ, അത് നമ്മൾ ചിലപ്പോ അതിന്റെ ക്രെഡിറ്റ് വേറെ ആളുകൾക്ക് കൊടുത്തിട്ടുണ്ടാവുന്നുള്ളൂ ദുനിയാവില്. യഥാർത്ഥത്തിൽ നമ്മളെ സഹായിച്ചത് ആരാണ്? അള്ളാഹു ആണ്. നമ്മളൊക്കെ പറയുന്നുണ്ടല്ലോ, എനിക്കൊരു സെക്കൻഡ് ചാൻസ് കിട്ടിയതാണ്, ഞാൻ മരണത്തിലേക്ക് എത്തിയെന്ന് ഞാൻ കരുതിയതാണ്. ചില ആക്സിഡന്റുകൾ, ചില അപകടങ്ങൾ, നമ്മൾ ചിലപ്പോൾ അതിന്റെ ക്രെഡിറ്റ് ചിലപ്പോൾ അതിന്റെ അടുത്തുണ്ടായ ആളുകൾക്കൊക്കെ നമ്മൾ കൊടുക്കും. അന്ന് നമ്മളെ നോക്കിയ ആളുകൾക്ക് കൊടുക്കും, അന്ന് നമ്മളെ സഹായിച്ച ആളുകൾക്ക് കൊടുക്കും. യഥാർത്ഥത്തിൽ നമ്മളെ സഹായിക്കാൻ കഴിവുള്ളവനാണ് ആര്? അള്ളാഹു. അള്ളാഹ്ക്ക് സഹായിക്കാൻ കഴിയാത്തൊരു മേഖലയില്ല. അതിൽ പ്രത്യേകം നമ്മൾ അറിയേണ്ടത് എന്താണ്? ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല ഖവ്വാനിൻ കഫൂർ, നന്ദി കെട്ട വഞ്ചകന്മാർ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. അള്ളാഹു ആരെയാണ് പ്രതിരോധിക്കുന്നത്? ഇന്നല്ലാഹ യുദാഫിഉ അനിൽ ലദീന ആമനു, വിശ്വാസികൾക്കാണ് അള്ളാഹു പ്രതിരോധം ഉണ്ടാക്കിയിട്ടുള്ളത്, അള്ളാഹു പ്രതിരോധിച്ച് നിർത്തുന്നത്. ഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ, അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുവാൻ കഴിവുള്ളവൻ തന്നെയാണ് എന്ന് പറയാണ്. അതിനുശേഷമുള്ള ആയത്തുകളിൽ മക്കയിൽ നിന്ന് വർഷങ്ങളോളം കഠിനതകളും പീഡനങ്ങളും അനുഭവിച്ച് പിന്നീട് അവർ മദീനയിലേക്ക് പലായനം ചെയ്തതു മുതലുള്ള ചരിത്ര സംഭവങ്ങളാണ്, വിഷയങ്ങളാണ് അടുത്തതായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞു തരുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി മുതലുള്ള ക്ലാസ്സുകളിൽ ആ വിഷയങ്ങൾ നമുക്ക് പഠിക്കാം, ചർച്ച ചെയ്യാം. അല്ലാഹു പഠിക്കാനും അത് മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ കൊണ്ടുവരാനും ജീവിതത്തിൽ കൊണ്ടുവന്നതിന് ശേഷം ജീവിതത്തിലുടനീളം നിലനിർത്താനുള്ള തൗഫീക്ക് അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി അടുത്ത ആയത്തുകൾ ഒന്നുകൂടി നമുക്ക് പാരായണം ചെയ്യാം. لن ينال الله لحومها ولا دماؤها ولكن يناله التقوى منكم كذلك سخرها لكم لتكبروا الله على ما هداكم وبشر المحسنين إن الله يدافع عن الذين آمنوا إن الله لا يحب كل خوان كفور أذن للذين يقاتلون بأنهم ظلموا وإن الله على نصرهم لقدير. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കാനും അത് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
നമ്മുടെ ഈ ഇരുത്തം അള്ളാഹു നമ്മളിൽ നിന്ന് പരിപൂർണമായ നിലയിൽ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു നൽകി മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഖൈറുകൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ഷർറുകളിൽ നിന്നും അള്ളാഹു നമ്മളൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ കടം പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ രോഗം പരിപൂർണമായ നിലയിൽ ശിഫ നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. നരകത്തെ തൊട്ട് അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.